കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ടം ആരും ചേർത്ത് തുന്നാറില്ല. തുന്നിയ ചേർത്ത പുതുക്കണ്ടം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തി നശിച്ചുപോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്ന് വയ്ക്കേണ്ടത്. ഈ ഭാഗം നമുക്ക് ഒരുപക്ഷെ വായിച്ചിട്ടുള്ളവർക്ക് പരിചിതമാണ്. എന്നാൽ ഈ ഭാഗം യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരും ഒക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിച്ചിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാഞ്ഞത് എന്ന് പറയുന്നതിനകത്ത് കർത്താവ് കൊടുക്കുന്നൊരു മറുപടിയാണ് ഈ ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പഴയ തുണിയോട് ചേർത്ത് പുതിയ തുണി വയ്ക്കാറില്ല, അല്ലെങ്കിൽ ചേർത്ത് തുന്നാറില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിഞ്ഞു പോകും. അതുപോലെ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞും എന്ത് ചെയ്യാറില്ല, പകരാറില്ല. അങ്ങനെ വന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് എന്ത് ചെയ്യും, ഒഴുകി എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അത് ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇനി നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ക്രിസ്തീയ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ ആത്മീക ജീവിതത്തിനകത്ത് ഒരു പുതുക്കം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഒരു വ്യത്യാസവുമില്ലാതെ അതേ ഗതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അന്ന് പ്രാപിച്ച അന്യഭാഷ, അന്നത്തെ പ്രാർത്ഥന, അന്നത്തെ പാട്ടിൻ്റെ രീതികൾ, ആരാധനയ്ക്ക് വേരിയേഷൻസ് അല്ലെങ്കിൽ ഉയർച്ചയില്ല. ആത്മനിറവിൻ്റെ നിലവാരത്ത് അതിൻ്റെ മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല. വേഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നില്ലേ, നരിയാണിയോളം മുട്ടോളം അരയോളം സ്തോത്രം നീന്തിയിട്ടല്ലാതെ കടം. ചിലരൊക്കെ നരിയാണിയോളം വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, മുട്ടോളം വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ അരയോളം വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ അർത്ഥം നിറവിലേക്ക് പോകാത്തവരുണ്ട്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു പുതുക്കം നമ്മളെക്കുറിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാക്കിനകത്ത് അത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. തിരുവചനം എന്താ പറയുന്നത്? പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് എന്ത് ചെയ്യത്തില്ല, പകരത്തില്ല. എൻ്റെ അർത്ഥം കൃപ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ ന്യായപ്രമാണം പൂർണ്ണമായി മാറണം, പഴയത് മാറിപ്പോകണം. സ്നാനം എന്ന പ്രക്രിയയെക്കുറിച്ച് പോലും പഠിക്കുമ്പോൾ പറയുന്നത് പഴയ മനുഷ്യനെ മാറ്റണം, പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്യണം, ഉരിഞ്ഞു കളയണം എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ്. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു ആത്മീക പുതുക്കം, ഒരു ആത്മീക മുന്നേറ്റം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനാണ് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹവും നന്മയ്ക്കും കാരണമായി തീരുവാൻ സ്വർഗമിടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.